ഞാനൊക്കെ ഇന്ന് വളരെ പഴഞ്ച തലമുറയാണ്. ഇനി ആ പുതിയ തലമുറ കണ്ടുകൊണ്ട് പോയാൽ കേരളത്തിന് നല്ല ഭാവിയുണ്ട്, ഇല്ലെങ്കിൽ ഇരുട്ടിലടഞ്ഞു പോകും. കേരളം ഇതൊരു വൃദ്ധന്മാരുടെ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമായി തീരും. കേരളം എത്ര വികസിച്ചു എന്ന് പറഞ്ഞാൽ വികസനത്തിലെ നമ്മൾ പുറകോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് ചെറുപ്പക്കാർ ഇവിടെ നിൽക്കാത്തത്? ക്യാമ്പസിൽ തന്നെ കോളേജുകളിൽ ഞാൻ പറയും, നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. സ്റ്റൈലായിട്ടുള്ള സംഭവങ്ങൾ, കോളേജിൻ്റെ രീതിയെ മാറുക. കുട്ടികൾക്ക് അതൊക്കെയാണ് ആവശ്യം. ഇന്നത്തെ കുട്ടികൾക്ക് 2025 ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ബീറ്റ ജനറേഷനാണ്. പഹൽഗാം അവിടുത്തെ ഈ സംഘർഷം കഴിഞ്ഞതോടുകൂടി, ഞാൻ ആ യുദ്ധം എന്നുള്ള വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കാതിരുന്ന, സംഘർഷം കഴിഞ്ഞതോടുകൂടി ഇന്ത്യയുടെ ഒരു ലെവൽ മാറി. ഇപ്പം 5ാമത്തെ സാമ്പത്തിക ശക്തി 4ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു. ഇന്ത്യയിൽ ഈ മാറ്റം എല്ലായിടത്തും കാണാം. തമിഴ്നാട് വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. എല്ലാവരും മോശം എന്ന് പറഞ്ഞ കൗബെൽറ്റിലെ ഒരു സംസ്ഥാനമാണ് യു പി. യു പിയിലെ വികസനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഗംഭീരമായ വികസനമാണ്. മഹാരാഷ്ട്ര, തെലങ്കാനയിലെങ്കിൽ രേവന്ത് റെഡ്ഡി, ഇങ്ങനെ എല്ലായിടത്തും വികസനം നടക്കുമ്പോൾ, ഈവൻ കാശ്മീരിൽ പോലും ഈ 370 എടുത്ത് കളയുന്നതിന് മുമ്പ് വന്നിരുന്നത് 25-30 ലക്ഷം വിസിറ്റേഴ്സായിരുന്നു, ടൂറിസ്റ്റുകളായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷം വന്ന് 2.5 കോടി ടൂറിസ്റ്റുകളാണ്. കൊച്ചു കാര്യമാണ്, 10 ഇരട്ടി. അപ്പോൾ അത്തരം ടൂറിസം വർധനമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഏത് കാലാവസ്ഥയിൽ ജീവിച്ച് വളർന്ന ആൾക്കും കേരളത്തിലോട്ട് വരാം. അപ്പോൾ ഇതിനെ ഈ ഇന്ത്യയുടെ വികസനത്തിന് ആനുപാതികമായി, ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കാനുള്ള തർക്കമൊന്നുമില്ല, വികസിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്. ഞാനിങ്ങനെ എൻ്റെ കാഴ്ചയിൽ കാണാൻ ഏറ്റവും ഭാഗ്യവാന്മാരായ ഒരു കൂട്ടരാണ് നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള പ്രകൃതിയും നമ്മുടെ എല്ലാം കൊണ്ട് അനുഗ്രഹീതമായൊരു നാടാണ് കേരളം. പക്ഷേ എവിടെയോ ഒരു കുഴപ്പമുണ്ട് നമുക്ക്. നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മളെന്താ പറയുന്നത്? ആ നാട്ടുകാർ ശരിയല്ല, ഈ നാട്ടുകാർ ശരിയില്ല, പ്രബുദ്ധത, കുറേ വാക്കുകൾ നമ്മൾ പറയും. നമ്മൾ തന്നെ മനസ്സിലായി. ഇപ്പം ഞാൻ സിനിമയിൽ ഞാൻ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് കമേഴ്ഷ്യലി ഞാനൊരു സക്സസ് അല്ലായിരുന്നു, ഒരു ഫെയിലിയറായിരുന്നു. ഞാൻ അഭിനയിച്ച് നായകനായിട്ട് പടങ്ങൾ പൊളിഞ്ഞുപോയി. എന്നിട്ട് ഞാൻ പറയുന്നത് ഞാനാണ് ഇവിടുത്തെ വലിയൊരു നടൻ, മോഹൻലാലും മമ്മൂട്ടി ആരാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ അവസ്ഥ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും അവിടെ നിൽക്കുന്നു? അവർ നമ്മളെക്കാൾ അനുഗ്രഹീതരാണ്, കഴിവുള്ളവരാണ്, കുറേയധികം കാര്യങ്ങളുണ്ട്. അവരുടെ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ, അവരൊരു ടോർച്ചോ മെഴുതിരിട്ട് പോയാൽ അതിൻ്റെ പ്രകാശം എനിക്ക് കിട്ടും, അവർക്ക് മാത്രമായിട്ടല്ലല്ലോ. അപ്പോൾ അവരുടെ കൂടെ പോകുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ. അപ്പോൾ കേരളം നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു സംസ്ഥാനമായി, ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറിപ്പോയി. കാലങ്ങളായി നമ്മൾ കണ്ട് എല്ലാത്തിനെയും എതിർത്ത് സമരം ചെയ്തും എന്തിനെ എതിർക്കുക, നമ്മുടെ ഒരു മനോഭാവമുണ്ട്. ആകെ രണ്ട് കാര്യത്തിലാണ് കേരളം പിടിച്ചു നിന്നത്. ഗൾഫ് ഉണ്ടായിരുന്നു, പ്രവാസികളുടെ പണവും മേ ബി റബ്ബറും ഉണ്ടെന്ന് പറയാം. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ പ്രധാന സംഭവം. വേറെ ഒരു വസ്തു ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് ദൈവാധീനം കൊണ്ട് നല്ല വിദ്യാഭ്യാസം, പ്രൈമറി തരാൻ നിറച്ച് സ്കൂളുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, കോളേജ് വരെ. ഹയർ എഡ്യൂക്കേഷൻ വന്നാൽ നമ്മൾ കർണാടകത്തിൽ പോകണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് വന്ന് നമ്മൾ എവിടെയോ നിൽക്കുകയായിരുന്നു എന്നൊരു തോന്നലുണ്ട്. നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. മറ്റുള്ളവർ ശരിയായിരുന്നു, പല കാര്യത്തിലും താഴെയായിരുന്നു. ഇന്ന് അവർ വളർന്ന് അവർ നിത്യം വളർന്നുകൊണ്ടിരിക്കുക. അവരെ ഉയരത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഉദാഹരണം, കണക്ടിവിറ്റി. ഇപ്പോൾ നമ്മുടെ ഇവിടെ എക്സലൻറ്റ് ടൂറിസം സ്പോട്ട്സ് ഉണ്ട്, പക്ഷേ അവിടെ എങ്ങനെ എത്തിച്ചേരും? ഇപ്പോൾ രാമക്കൽ മേട് നമുക്ക് ഫാൻ വെക്കണം, നമ്മുടെ ടർബൈൻസ്, നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ. ആ ഫാൻ്റെ ചിറക് എങ്ങനെ അവിടെ എത്തിക്കും? ആ പ്രദേശത്ത് മുഴുവൻ ഒന്നിടം വെച്ച് നോക്കി, എത്രയോ സ്ഥലത്ത് വെക്കാം, അങ്ങോട്ട് എത്തിക്കണ്ടേ? കണക്ടിവിറ്റി വലിയൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ നമ്മൾ തിരുവനന്തപുരത്ത് എടുക്കുന്നു, വന്ദേ ഭാരത് വരെ മോഡിജി തരിക. ഇവിടുന്ന് അന്ന് MP പോലും ഇല്ലാത്ത സമയത്ത്, അതിന് ശേഷമാണ് സുരേഷ് ഏട്ടൻ ജയിച്ചു വരുന്നത്. വന്ദേ ഭാരത് തരുന്നു, എല്ലാം തരുന്നു. പക്ഷേ നമുക്കൊരു അഡീഷണൽ ട്രാക്ക് ഇടാൻ സ്ഥലമെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് വേണം നോക്കിക്കോളൂ. കേരളം എത്ര വികസിച്ചു എന്ന് പറഞ്ഞാൽ വികസനത്തിലെ നമ്മൾ പുറകോട്ടാണ് പോകുന്നത്. കാരണം ഒന്ന്, ഈ ചെറുപ്പക്കാരുണ്ട്, ന്യൂജൻ. ഇപ്പോൾ ന്യൂജൻ എല്ലാവരും ജെൻസി എന്നാണ് പറയേണ്ടത്. ജെൻസി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജനറേഷൻ A വന്നു, ഇപ്പോൾ ബീറ്റ, അടുത്ത 2025 ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ബീറ്റ ജനറേഷനാണ്. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഒരു കുഞ്ഞ് ഇപ്പോൾ എൻ്റെ മക്കൾ ജനിക്കുമ്പോൾ എന്നേക്കാൾ 15 വർഷം അഡ്വാൻസ്ഡാണ് അവരുടെ ബ്രെയിൻ ലെവൽ. അപ്പം ഞാൻ മനസ്സിലാക്കണം, അവരുടെ കൂടെ ഞാൻ പോകുന്നതാണ് നല്ലത്. അവരെ വലിച്ച് പുറകോട്ട് കൊണ്ടുവരികയല്ല. എൻ്റെ അനുഭവം കൂടി പറഞ്ഞു കൊടുത്ത് അവരെ നന്നാക്കി വിടുക. ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, കേന്ദ്രം മോഡി സർക്കാരില്ലേ, നമ്മളങ്ങോട്ട് പോയൊന്നും ചോദിക്കേണ്ട, ആ ഒരു ഈഗോ മാറ്റേണ്ടിയിരിക്കുന്നു. ഇപ്പം നമുക്ക് തരാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ
നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്രോജക്റ്റ് ഒരു 1.5 കൊല്ലത്തിനകം പൂർത്തിയാവും. ഗുജറാത്ത്, മുംബൈ. കേന്ദ്രം ഇപ്പോഴേ പറയുന്നുണ്ട് ഏതൊക്കെ സംസ്ഥാനത്തിന് ബുള്ളറ്റ് ട്രെയിൻ വേണം അപേക്ഷിക്കാം. ചെന്നൈ അപേക്ഷിക്കുന്നു, ബാംഗ്ലൂർ അപേക്ഷിക്കുന്നു, ബോംബെ അപേക്ഷിക്കുന്നു. വീണ്ടും നമ്മുടെ ഇവിടുന്ന് ഇതുവരെ ഒരു അപേക്ഷ പോയിട്ടില്ല. നമ്മളിപ്പോഴും സിൽവർ ലൈനിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അതെന്താ തരാത്തത്? സിൽവർ ലൈനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. 2035 വരാൻ പോകുന്നൊരു പ്രോജക്റ്റ്. അന്ന് ഓപ്പറേഷൻ സ്പീഡ് 135 കിലോമീറ്റർ ആയിരിക്കും. ഇന്ന് തന്നെ വന്ദേ ഭാരത് 130 പലയിടത്തും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഹൈപ്പർ ലൂപ്പിനെ പറ്റി വേണം നമ്മൾ ചിന്തിക്കാൻ. 1200 കിലോമീറ്റർ പോകുന്ന സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം 10 കൊല്ലം കഴിയുമ്പോൾ ഈ 2 ലക്ഷം കോടി മുടക്കി 135 കിലോമീറ്റർ പോകാൻ ഒരു വാഹനത്തിന് വേണ്ടി നമ്മൾ മുടക്കണം. ഇത് പറയുമ്പോൾ കണ്ടോ, കേന്ദ്രം തരുന്നില്ല. ഈ ഈഗോ മാറ്റി വയ്ക്കണം. ചേട്ടൻ ഇതിനിടയ്ക്ക് പറഞ്ഞു രേവന്ത് റെഡ്ഡി എന്നൊരാളുടെ പേര് പറഞ്ഞു. പുള്ളി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയില്ലേ? പുള്ളി ഈഗോ കട്ട് ചെയ്തിട്ട് നേരെ കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്, എനിക്ക് ഇന്ന പ്രോജക്ട്സ് വേണം, കൊടുക്കാൻ തയ്യാറാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് കേന്ദ്രം, സംസ്ഥാനം ഇതൊന്നും നമ്മുടെ ഭാരതത്തെ ഒന്നായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം ഇവിടെ നിന്ന് റോഡ് കാസർഗോഡ് പോയി അവസാനിക്കുന്നില്ല, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തൊന്നും അവസാനിക്കുന്നില്ല, ഇവിടെ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ എല്ലാത്തിനും തടഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം നമുക്കാണ്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ ഇവിടെ നിൽക്കാത്തത്? ക്യാമ്പസിൽ തന്നെ കോളേജുകളിൽ ഞാൻ പറയും നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. സ്റ്റൈലായിട്ടുള്ള സംഭവങ്ങൾ, കോളേജിൻ്റെ രീതിയെ മാറുക. കുട്ടികൾക്ക് അതൊക്കെയാണ് ആവശ്യം ഇന്നത്തെ കുട്ടികൾക്ക്. കാരണം അവർ തലമുറ മാറിക്കഴിഞ്ഞ് നമ്മളിപ്പോഴും പഴയ രീതികളും മറ്റത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ കുട്ടികൾ ഫാസ്റ്റായിട്ട് പോകുന്ന സംഭവങ്ങൾ, ഭംഗിയുള്ള സംഭവങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ദേ ഭാരത്തിൽ നിന്ന് ട്രെയിൻ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീഡിയോ എടുക്കുന്നു, ട്രെയിനിൻ്റെ സെൽഫി എടുക്കുന്നു. ഇതൊന്നും നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ പിന്നോക്കം പോകാതെ നമ്മുടെ ഈഗോ കട്ട് ചെയ്തിട്ട് കേന്ദ്രം സംസ്ഥാനം നോക്കാതെ കേന്ദ്രത്തിൽ നിന്നൊരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആര് കൊണ്ടുവന്ന് നോക്കിയിട്ട് കേരളത്തിൻ്റെ നന്മയ്ക്കായിട്ട് ശ്രമിക്കുക. ഒരു ട്രെയിൻ കൊല്ലം വരെ പോകുന്നു, ഈ ട്രെയിനിന് സ്റ്റോപ്പേ കൊടുക്കണ്ട, പക്ഷേ ഇടയ്ക്ക് മെട്രോ നമ്മുടെ എന്താ പറയുന്നത് ഈ പുഷ്പുള്ളുണ്ടല്ലോ, ആ സംഭവങ്ങൾ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ കൊല്ലത്ത് നിൽക്കുമ്പോൾ 2 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ റെഡി ആയിരിക്കണം. അപ്പോൾ പാസഞ്ചർ ട്രെയിനിന് തുല്യമായിട്ട് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിനെ ഫാസ്റ്റായിട്ട് വിടുകയും ചെയ്യാം, ഈ ട്രെയിൻ അത് പോയി കഴിഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് പോവുകയും ചെയ്യും. ഞാൻ പിന്നെ എല്ലാം ഒന്നടങ്കം വരുന്നെന്ന് ആലോചിക്കുക, മാറ്റങ്ങൾ വരുത്തുക, ആൾക്കാരുടെ ജീവിതത്തിലെ പ്രഷർ കുറച്ച് അവർക്ക് കുറച്ച് സൗകര്യങ്ങൾ കൂട്ടിക്കൊടുത്ത് ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ എല്ലാ മുന്നണികളും ചേർന്ന് ആര് ഭരിച്ചുകൊണ്ടിരുന്നാലും അവരുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കണം. ഇപ്പോൾ തന്നെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ചുമ്മാ ഒരു കൊടിമരം ഒടിച്ചിട്ടു, ഒരു ഫ്ലെക്സ് താഴെ ഇട്ടു, ഇതിൻ്റെ പേരും പറഞ്ഞ് സർവ്വ പാർട്ടികളും ഇന്ന പാർട്ടി ഇതൊന്നും, ഇതൊക്കെ നിർത്തേണ്ട സമയം. കാര്യമായിട്ട് ചിന്തിക്കുക. നല്ലത് ചെയ്താൽ പുതിയ തലമുറ വോട്ട് ചെയ്തിരിക്കും. നല്ലത് ചെയ്താൽ മാത്രമേ വരൂ, ഡെവലപ്മെൻറ്റ് മാത്രമേ വരൂ. തൽക്കാലം ഇതൊക്കെ പറയും. പുതിയ തലമുറ കയറിക്കൊണ്ടിരിക്കുക. ഞാനൊക്കെ ഇന്ന് വളരെ പഴഞ്ച തലമുറയാണ്. ഇനി ആ പുതിയ തലമുറ കണ്ടുകൊണ്ട് പോയാൽ കേരളത്തിന് നല്ല ഭാവിയുണ്ട്. ഇല്ലെങ്കിൽ ഇരുട്ടിലടഞ്ഞു പോകും കേരളം. ചെറുപ്പക്കാർ നാട് വിട്ടുപോകും. ഒരാൾ ഇവിടെ നിൽക്കത്തില്ല. പ്രായമായവരുടെ അവസ്ഥ അതിനേക്കാൾ ദയനീയമായിരിക്കും. അവർ ഒറ്റപ്പെട്ടു പോകും. ഇതൊരു വൃദ്ധന്മാരുടെ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമായി തീരും. കേരളത്തിൻ്റെ ഒരു സമഗ്രമായ വികസനത്തെക്കുറിച്ച് എത്ര ക്ലിയറായ ഒരു പിക്ചറാണ് താങ്കൾ പറഞ്ഞത്. അതായത് നമ്മൾ കേരളയിൽ വരുമ്പോഴത്തേക്ക് അത് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് കേരളയിൽ തന്നെ അപ്ഡേറ്റഡ് ആവും. വളരെ കൃത്യമായ ഒരു ഒരു നിരീക്ഷണമാണ്. നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ കേരളത്തിൻ്റെ അപേക്ഷ ക്ഷണിച്ചപ്പോഴേ നമ്മൾ ഡബിൾ ലൈൻ വലിച്ചു കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിലാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും അഭിനമിച്ചുകൊണ്ടിരിക്കുന്നത് സായാഹ്ന ധർണ, കൂട്ടഓട്ടം, റോഡ് തടയൽ, ബന്ദ്, ഹർത്താൽ, ഇത് ഈ കേരളത്തിൻ്റെ വികസനത്തിന് വളരെ വേഗം പുറകോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിലെ പുതിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. ബീറ്റ ഒരു തലമുറ വരികയാണ്. അപ്പം നമ്മൾ പുതിയൊരു ജനറേഷൻ വരുന്നു. പഴയ ജനറേഷനും പുതിയ ജനറേഷനുമായിട്ടുള്ള ജനറേഷൻ ഗ്യാപ്പ് വളരെ വലുതാണ്. ഇത് വലുതായിട്ട് വരുന്നതിൻ്റെ കാര്യം സ്പാൻ ഓഫ് ലൈഫ് കൂടി. സ്പാൻ ഓഫ് ലൈഫ് കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജനറേഷൻ ഗ്യാപ്പ് ഭീകരമായ വിധത്തിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന നാളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ചില പ്രത്യേക സെക്ടറിലെങ്കിലും നമ്മുടെ കേരളം വളരണം. അപ്പോൾ കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നം ഒന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്. നമുക്ക് സ്ഥലമില്ല, വളരാൻ സ്ഥലമില്ല. ഇപ്പം മൂന്നാമതൊരു റെയിൽവേ ലൈൻ വലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ പിറ്റേ ദിവസം കൊടിയുമായിട്ട് ഇറങ്ങും. ഇത് പറ്റുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൈവേ, നാഷണൽ ഹൈവേ NH-66 വന്നപ്പോഴേ നമ്മളിവിടെ പ്രമേയം പാസ്സാക്കി, ഞങ്ങൾക്ക് ഈ വീതി റോഡ് പറ്റുകയില്ല, ഞങ്ങൾക്ക് 30 മീറ്ററോ 20 മീറ്ററോ ഒക്കെ മതി. അപ്പോൾ ഭരണാധികാരികളുടെ വളരെ വീക്ഷണം കുറഞ്ഞ ഭരണാധികാരികൾ, ഇപ്പോൾ കുറ്റം പറഞ്ഞാലും ശരി, ഭരണത്തോട് നമുക്ക് വിയോജിപ്പ് പറയാം. പക്ഷേ NH-66 എന്ന് പറയുന്ന ഒരു ഹൈവേ യാഥാർത്ഥ്യമാകാൻ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി വന്നുകൊണ്ടാണ്. അദ്ദേഹത്തോടെ വിയോജിപ്പ് കാണാം, രാഷ്ട്രീയ വിയോജിപ്പ് കാണാം, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞ വികസനത്തിൻ്റെ കാര്യത്തിൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് വികസനം നടത്താൻ കഴിയുന്ന ഭരണാധികാരികൾക്ക് മാത്രമേ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ.
താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഞാൻ മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുള്ള ആളാണ്. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി പല യൂണിവേഴ്സിറ്റികളിലും പോയാൽ, കുറേ കാലം മുമ്പ് ഞാൻ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പോയി. വളരെ കാം ക്വൈറ്റ്, യൂണിവേഴ്സിറ്റി അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി ചെന്നാൽ മുഴുവൻ വാൾ പോസ്റ്ററുകൾ, മുഴുവൻ കൊടികൾ, തോരണങ്ങൾ, ഇത് കാണുമ്പോൾ തന്നെ ഇതിനോടങ്ങ് വെറുപ്പാണ് തോന്നുന്നത്, വെറുപ്പ്. അപ്പം അതേസമയം മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ചെന്നാൽ ഇപ്പം തന്നെ നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി ബീഹാറിലാണ്. എത്ര മനോഹരമായ കെട്ടിടമാണ്, ക്ലാസ് റൂംസൊക്കെ അതിനായിട്ട് ഡിസൈൻ ചെയ്ത ക്ലാസ് റൂം. അവിടെ കൊടിയില്ല, തോരണമില്ല, ഒന്നുമില്ല. സാധാരണ രീതി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു കുടിൽ കാണും, 5-6 പേര് കഞ്ചാവൊക്കെ അടിച്ച് അവിടെ ഒരു കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരം ഈ ലക്ഷണം കെട്ട ചില അവതാരങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ തകർത്തുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് ജനങ്ങളോട് പറയാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജനങ്ങളോട് പറയാൻ കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം. ഒരു BJP നേതാവും താങ്കൾ പറയുന്ന പോലെ ഒന്നും പറയുന്ന കേട്ടില്ല, പറയാൻ കഴിവുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ കൃത്യമായി എന്ത് ചെയ്യണം, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ എന്നോട് പറഞ്ഞത് നമ്മുടെ ചെറുപ്പക്കാർ കേരളം വിട്ട് ഇന്ത്യ വിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്വയാശ്രയ കോളേജുകൾ വേണ്ട എന്ന് വിചാരിച്ചപ്പോഴേ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലും 100 കണക്കിന് കോളേജുകൾ വന്നു. അവരെ കേരളീയനെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. അപ്പോഴും നമ്മൾ സ്വാശ്രയ കോളേജ് വന്നില്ല. സ്വാശ്രയ കോളേജിനെതിരായിട്ട് നമ്മൾ സമരം നടത്തുകയായിരുന്നു. സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തിയ ആളാണ് ഈ അടുത്ത സമയത്ത് മരിച്ചുപോയ പുഷ്പൻ. പുഷ്പൻ്റെ കാര്യത്തിൽ നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ സ്വയാശ്രയ കോളേജിന് വേണ്ടിയാണ് ഈ മനുഷ്യനും വേറെ 3-4 പേരും മരിച്ചുപോയത്. സ്വയാശ്രയ കോളേജിന് വേണ്ടി സമരം നടത്തിയവർ തന്നെ സ്വയാശ്രയ കോളേജ് തുടങ്ങി. എത്ര വലിയൊരു ഹിപ്പോക്രസി, കപടനാട്യം, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കപടനാട്യം വലിയൊരു പ്രശ്നമാണ്. കപടനാട്യം ഇല്ലാത്ത രാഷ്ട്രീയക്കാരെയാണ് കേരളത്തിന് ആവശ്യം. അപ്പോൾ താങ്കളുടെ വാക്കിൽ ഞാൻ അതാണ് കാണുന്നത്. ആളുകളെ ഉൾക്കൊള്ളുക, എല്ലാവരെയും ഉൾക്കൊള്ളുക, പക്ഷേ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുക. ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അടിയന്തരമായ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുള്ള ഒരു രാഷ്ട്രീയ നേതാവുടെ ആണ് താങ്കൾ. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ചില നടപടികളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതിപ്പോൾ പറയുമ്പോൾ പലപ്പോഴും അപാരമായ ഇതിപ്പോൾ വരുമ്പോൾ ആൾക്കാർ കൺട്രോൾ ചെയ്യും. ഈ രാഷ്ട്രീയ അതിപ്രസരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജിനകത്തുൾപ്പെടെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പ്രൈവറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ ഈ സമരങ്ങളൊന്നും ബാധിക്കുന്നില്ല. ബാക്കി ഗവൺമെൻറ് സ്കൂളുകൾ രാവിലെ പോകും, ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്നു 5-6 പേര് സമരം, ക്ലാസ് വിടുന്നു. ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നവരൊന്നും നല്ല നിലയിൽ എത്തൂരുന്നുണ്ട്. പക്ഷേ 1000-1 വരുന്നത്. 1000-ൽ ഒരു 500-ലധികം പിള്ളേർ നല്ല നിലയിൽ വരണം, അല്ലെങ്കിൽ 900-ന് പുറത്ത് വന്നോട്ടെ. പക്ഷെ ഇപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ അതിപ്രസരം മൂലം കോളേജുകളിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെയധികം മാനസിക വിഷമമുണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ എൻ്റെ പിള്ളേർ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ, എടാ ഇന്ന കോളേജ് പഠിച്ചു, പ്രൈവറ്റ് കോളേജിൽ എൻ്റെ മക്കളെ വിട്ട് നമ്മൾ പരമാവധി നല്ലപോലെ പഠിപ്പിക്കാൻ നോക്കും. കുറച്ചുകൂടി സാമ്പത്തികമുള്ളവർ എന്താ ചെയ്യുന്നത്, കേരളത്തിന് പുറത്ത് വിടും. കുറച്ചുകൂടി ഉള്ളവർ ഇന്ത്യക്ക് പുറത്തൊക്കെ വിട്ട് പഠിപ്പിക്കുക. കാരണം പിള്ളേർ ഇവിടെ വരുമ്പോൾ നല്ല വിദ്യാഭ്യാസത്തോടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലേ അനന്തമായ സാധ്യത. നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ 4 ഇതായിട്ടാണ് വരുന്നത്, BCom അല്ലെങ്കിൽ BA, മറ്റേത് ഇങ്ങനെ കുറച്ച് ഇത് മാത്രം. ഇന്ന് എനിക്കൊന്നും അറിയില്ല ഇന്നത്തെ കോഴ്സുകളെ പറ്റി, അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് കിടക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു, ഇതിനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല. ഇപ്പോൾ AI കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അമേരിക്കയിൽ ഇതിൻ്റെ 4ാമത്തെ ജനറേഷൻ കഴിഞ്ഞു. അപ്പോൾ അവൻ ഇവിടുന്ന് പാസ്സായി വരും, അവന് ജോലി കിട്ടി. ഇതിവിടെ AI പാസ്സായി വരുമ്പോൾ ഈ AI ഇവിടെ കഴിഞ്ഞു, ഔട്ടായി. അപ്പം നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഇത് പറഞ്ഞു കൊടുക്കാൻ പോലും സംവിധാനമില്ല. അതായത് എന്താണ് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടത്, ഇതിനായി ഒരു ഗവൺമെൻറ് തന്നെ ഒരു സംഭവം കൊടുക്കുക, ഇന്ന ഇത് പെർസ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ജോലി കിട്ടും. അപ്പോൾ പഠിക്കേണ്ട ഒരു അറിവ് ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, ഇന്ന് കുട്ടികൾ എന്തെങ്കിലും സ്വയം പഠിച്ചു വരുന്നെങ്കിൽ അവർ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് പോയിട്ട് അറിവ് അതിലൂടെ ഉണ്ടാക്കിയിട്ട് ഇൻ്റർനെറ്റ് വന്നുകൊണ്ടാണ് ഇവർ ഇവർ പഠിച്ചു പോകുന്നത്. അല്ലാതെ കേരളത്തിലെ ഒരു കോളേജിലും ഉണ്ട്, കുറച്ച് ചില കോളേജുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ കേരളം വിട്ട് സാറ് നേരത്തെ പറഞ്ഞു തരിക, മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജിൽ പോയി കണ്ടു കഴിയുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോവാണ്. കോളേജിൻ്റെ അന്തരീക്ഷം തന്നെ, ആ ക്ലാസ് റൂം പോലും അവിശ്വസനീയം. കുട്ടികൾക്ക് അവർക്ക് ക്ലാസ്സിൽ പോകാൻ താല്പര്യമാണ്. കാരണം കോളേജിൽ പോയി നിൽക്കുക, ഒന്ന് പഠിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ അതിനകത്ത് കിടക്കുക, അതിനകത്ത് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് കിട്ടി, ഇതൊക്കെ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആൾക്കാർ പിന്നെ അവിടെ പോകുന്ന ചായയും കാപ്പിയും കുടിക്കാൻ അതെല്ലാം ഇതിൻ്റെ ഭാഗമാക്കി കൊടുക്കണം. കാരണം പുതിയ തലമുറ, നമ്മൾ
ജനിച്ച കാലത്ത് ടി വി ഇല്ല, അത് കഴിഞ്ഞ് ദൂരദർശൻ വന്നു, അതും കഴിഞ്ഞിട്ട് അതിൽ തന്നെ പ്രൈവറ്റ് ചാനൽസ് വരുന്നു. അപ്പം നമ്മളിങ്ങനെ കണ്ട് വരിക. അപ്പോൾ നമ്മുടെ മാതാക്കൾ എപ്പോഴും ടി വിയുടെ മൂപ്പിടി അങ്ങോട്ട് പോയി തുലയുന്നുണ്ടെന്ന് പറയും. ഇന്ന് നമ്മൾ പറയുന്നുണ്ട് എന്തിനാ എപ്പോഴും മറ്റേ ഫോണും വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഫോണിലൂടെ സൈലൻ്റായി വിപ്ലവം നടക്കണം. ആ കുട്ടികൾക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി അറിയില്ല, നമ്മുടെ മുൻ നേതാക്കളെ പറ്റി അതൊന്നും ഇനി അറിയേണ്ട കാര്യമില്ല. ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ ഇതിനകത്തോട്ട് കിട്ടുന്നുണ്ട്. ബാക്കി അറിവ് നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയും, ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ പറ്റി വളരെ പൊതുവെ മോശമായിട്ടൊരു അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞാൽ അല്ല, നമ്മളൊരു കാലത്ത് പുതിയ തലമുറയായിരുന്നു നമ്മളെപ്പറ്റി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. തലതെറിച്ച തലമുറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറ കുട്ടികളെ ഭൂരിപക്ഷം വരും, നല്ലൊരു ശതമാനം വരും എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മക്കളും ആ ഗണത്തിൽപ്പെടുന്നത്. അവർക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കുറ്റം പറഞ്ഞു, ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചാൽ അതിനകത്തെ 90% ഫംഗ്ഷനും എനിക്കറിയത്തില്ല. ഞാൻ ആ പിള്ളേരിൽ നിന്ന് വേണം പഠിക്കാൻ. അപ്പോൾ അവർക്കും അവരെ നമ്മൾ നല്ല പോലെ അതായത് അവരെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അവരോട് സ്നേഹം കൊടുക്കുക. എക്സലൻ്റ് തലമുറ തന്നെയാണ് ഈ പുതിയ തലമുറ. പക്ഷെ നമ്മൾ അവരുടെ ഒപ്പം പോകണം. അവരുടെ നിരന്തരം കുറ്റം പറയാതിരിക്കുക. അവരെപ്പറ്റി ഈ അവരുടെ ഡ്രസ്സിങ് പ്രശ്നമാണ്, അവരെന്ത് ചെയ്താലും ഇന്നൊരു പരാതിയാണ്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഒന്നാമത് ഇന്ത്യയിൽ 35 വയസ്സിന് താഴെയുള്ളവരാണ് 65% ആൾക്കാർ. അതിൽ ഈ താഴെ പ്രായമുള്ളവരുണ്ട്, 20 വയസ്സിന് താഴെയുള്ളവർ. അവരാണ് നാളെ ഈ ഭാരതത്തിനെ നയിക്കേണ്ടവർ. അപ്പോൾ ഇന്ന് ഈ ഭൂമിയുടെ കസ്റ്റോഡിയൻസ് നമ്മളാണ്. പണ്ട് ആരോ ചെയ്തു വെച്ച ഗുണങ്ങളാണ് നമ്മളെന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് നാളെ എന്ത് വേണമെന്നുള്ളത് നോക്കി അവരെ നയിക്കേണ്ട ഒരു കടമ നമ്മളിലുണ്ട്. ബിക്കോസ് നമ്മൾ ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ കസ്റ്റോഡിയൻസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ആ പുതിയ തലമുറയെ ഏറ്റവും നല്ല രീതിയിൽ വാർത്തു കൊണ്ടുവരാനുള്ള വിദ്യാഭ്യാസപരമായും മാനസികപരമായും ഉല്ലാസപരമായുള്ള കാര്യങ്ങൾ കൊടുത്തു കൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ ഭാരതം, പുതിയ ഭാരതം എന്ന് പറയും, ഇതൊരു സൂപ്പർ ഭാരതമായി പറയും. ലോകത്തെ നമ്പർ 1 രാജ്യമായി മാറാൻ ഒരു 15 വർഷം മതിയാവും. ഭാരതമായിരിക്കും നമ്പർ 1. അതുകൊണ്ട് വിദ്യാഭ്യാസം മാത്രം വരുന്നതിൻ്റെ ഒപ്പം അവർക്ക് വേണ്ട മാനസിക ഉല്ലാസത്തിനുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കണം. നല്ലൊരു ഭാരതം, നല്ലൊരു കേരളം നമുക്കുണ്ടാക്കാം.